ഒരാളിവിടെ വരാൻ തയ്യാറായി നിൽക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. ചേട്ടാ, ഈ സല്യൂട്ട് ചേട്ടനെ പട്ടാളക്കാരന് വേണ്ടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാനൊക്കെ ഇവിടെ നിന്ന് പോസ്റ്റ് മോഡേണിസം പറയുന്നത് ചേട്ടനൊക്കെ അതിർത്തി കാവൽ നിന്നുകൊണ്ടാണ്. പക്ഷെ എങ്കിലും ഒരു വിയോജിപ്പുണ്ട്. എന്താണ്? ചേട്ടൻ്റെ അഭിപ്രായങ്ങളോട് എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ആള്, ഉദാഹരണമായി സിന്ധു സൂര്യകുമാർ. അപ്പോൾ എതിരഭിപ്രായങ്ങൾ പറയുമ്പോൾ അവരെ തുപ്പണമെന്നൊക്കെ തോന്നുന്നത് വല്ലാത്തൊരു അസഹിഷ്ണുത അതിലില്ലേ? ഇപ്പം ചേട്ടനെ അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ പോലും ഞങ്ങളെ പോലുള്ള ആളുകൾ, ചേട്ടനെ ബഹുമാനിക്കുന്ന ആളുകൾക്ക് അത് വിഷമമുണ്ടാക്കുന്നുണ്ട്. വളരെ സോബറായ ഒരു ചോദ്യമാണ്. വേണമെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ചില തിരുത്തലുകൾ ആ ഒരു പ്രസ്താവനയിൽ വേണ്ടിയിരുന്നോ? കുറേം കൂടി വൈകാരികമായി താങ്കൾ പോയ ഒരു പട്ടാളക്കാരൻ കാണിക്കേണ്ട സംയമനം, നിയന്ത്രണം, മിതത്വം അതിലൊക്കെ ഇല്ലാതെ പോയോ? അതെയോ താങ്കൾ വലിയൊരു വർഗീയവാദിയായി രൂപാന്തരം പ്രാപിക്കുകയാണോ? ഇവിടെയാണ് ഞാൻ ഐ വുഡ് ലൈക്ക് ടു ഇതൊരു പ്ലാറ്റ്ഫോം ഇപ്പൊ നിങ്ങളോട് ആ വർഗീയവാദി എന്നുള്ള വാക്ക് പറഞ്ഞപ്പം ഇൻവെർട്ടർ കോമയിലെ ഞാൻ ആ വർഗീയവാദി, ഞാനൊരു ഹിന്ദു വർഗീയവാദി എന്നുള്ളതാണ് ഇവിടെ സ്റ്റാമ്പ് അടിച്ചിരിക്കുന്നത്. ഈ സംസാരം കൂടെ കഴിഞ്ഞ പലയിടത്തും ഈ ട്രോളുകളിലും എല്ലാം കണ്ടിരിക്കുന്നത്. ഞാൻ 2-3 കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കട്ടെ. ഒന്ന്, ഞാനിവിടെ ഒരു ഹിന്ദു എക്കണോമിക് ഫോറം എന്ന് പറയുന്ന ഒരു സമ്മേളനത്തിന് ഡൽഹിയിൽ പോകണ്ടായി. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ഏറ്റവും വലിയ വർഗീയവാദിയായിരിക്കും, ഹിന്ദു തീവ്രവാദിയായിപ്പോയി. പക്ഷേ ഇത് ഹിന്ദു എക്കണോമിക് ഫോറം ആയിരുന്നു, അത് ഹിന്ദു മഹാസമ്മേളനമല്ലായിരുന്നു. ഇതിനെ ആരും വ്യാഖ്യാനിച്ചില്ല. ആ ഹിന്ദു എക്കണോമിക് ഫോറത്തിനകത്തും പോയിക്കൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഇവിടെ തിരിച്ചു വന്ന് 2 കാര്യങ്ങളാണ് ഇവിടെ സംസാരിച്ചത്. ഒന്ന്, രാജീവ് ഗാന്ധി വധക്കേസിനെ ഇനിയും തിരിച്ച് അന്വേഷണം നടത്തണം എന്നുള്ളൊരു കാര്യം ഞാൻ അവിടെ എൻ്റെ 12 മിനിറ്റ് സംസാരത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കാരണം ഞാനെടുത്ത സിനിമകളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ഗവൺമെൻറ് ഭരിച്ചിരുന്ന സമയത്ത് പലപ്പോഴും ഞാൻ 62 വാറിനെ കുറിച്ച് എനിക്ക് സിനിമ എടുക്കണമെന്ന് തോന്നിയപ്പോഴും എന്നെ അവരത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്നെ യൂണിയൻ മിനിസ്ട്രിയിൽ നിന്ന് വിളിച്ചിട്ട് ഞങ്ങൾ ഈ സിനിമ ചെയ്യാൻ തയ്യാറാണെന്നുള്ള മീറ്റിംഗ് അടക്കം അന്നത്തെ മിനിസ്റ്റർ എന്നെ വെച്ച് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരുന്നു? അന്ന് അവിടെ 62 വാറിൽ നടന്നിട്ടുള്ള കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്തുണ്ടായിട്ടുള്ള പല സംഭവങ്ങളും അതിനകത്ത് ഞാൻ കൊണ്ടുവരുക. നമുക്ക് ചുരുക്കി എന്താ കാരണം വെച്ചാൽ ഞാൻ താങ്കൾക്ക് ആദ്യം തന്നെ പറയാൻ അവസരം തന്നു, ഇനിയും അവസരം തന്നുകൊണ്ടിരിക്കും. ഈ ഷോ താങ്കളുടെ ഷോയാണ്, ഞാൻ ഒരു നിമിത്തം മാത്രമാണ്. എനിക്ക് ക്ലിപ്തമായ ചില ചോദ്യങ്ങളുണ്ട്, അതിനോട് താങ്കൾ ക്ലിപ്തമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ, ഒന്ന്, ദൈവത്തിന് താങ്കളുടെ സംരക്ഷണം വേണോ? ഒരിക്കലുമില്ല, വേണ്ട. 2, ഒരു ടെലിവിഷൻ ഷോയിലെ ഒരു മുഖ്യധാര ചർച്ചയോട് ഈ രീതിയിലാണോ ഒരു കലാകാരൻ പ്രതികരിക്കേണ്ടത്? യെസ്, ആ കലാകാരൻ എന്നുള്ള സ്ഥലത്താണ്, അവിടെയാണ് സ്വന്തം ഒരു വികാരത്തിനെ ഒരു പക്ഷേ ഇപ്പൊ ഇതുപോലെ ആ സഹോദരൻ എന്നോട് വളരെ റെസ്പെക്ട് ആയിട്ട് സംസാരിച്ചില്ല. ഇത് റെസ്പെക്ട് ഇല്ലാത്ത കുറെ ട്രോളുകളും വന്നിട്ടുണ്ടായിരുന്നു, എല്ലാം വന്നിട്ടുണ്ട്, അതെല്ലാം വിട്ടേക്കോ. പക്ഷെ ഈ സംസാരിച്ചതിനകത്ത് അവരെന്നിൽ നിന്ന് ഇങ്ങനൊരു സംഭവം പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് കൂടെ ഒരു തിരിച്ചറിവായിട്ടാണ്. ഞാൻ മുഖത്ത് നോക്കി ചോദിച്ചിട്ട് മേജർ, താങ്കൾ അതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്? റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് വൈ ഡിഡ് ഐ ഗെറ്റ് ഇൻവോൾവ് ഇൻ ദിസ് തിങ് എന്നുള്ളൊരു തോന്നൽ എനിക്ക്, വെറും അനാവശ്യമായ വിവാദത്തിൽ താങ്കൾ ചെന്നുപെട്ടു എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ നടത്തിയ തുപ്പല് തിരിച്ചെടുക്കാൻ പറ്റുമോ? അത് എടുക്കാൻ പറ്റില്ലല്ലോ, പറ്റില്ല. കാർക്കിച്ച തുപ്പലാണെന്നുള്ള പറയുന്നു. അത് നമ്മൾ ചില വികാരങ്ങളിലുള്ള സമയത്ത് അത് പറയുന്നത് ശരി തന്നെയാണ്. അത്തരത്തിലുള്ള വികാരപരമായിട്ടുള്ള ഒരു ധ്രുവീകരണം താങ്കളുടെ മനസ്സിൽ വരുന്നത് ഗുണകരമല്ല എന്ന് താങ്കൾ ഇപ്പോൾ തിരിച്ചറിയുന്നു. ഞാനത് തിരിച്ചറിഞ്ഞ് ഒരു വ്യക്തി തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ തിരിച്ചറിയുന്നതാണ് അവന്റെ മഹത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിരുപാധികം ഇപ്പോൾ ആർക്കെതിരെ പറഞ്ഞോ അവരോട് താങ്കൾ മാപ്പ് ചോദിക്കാൻ? ഞാൻ മാപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ഞാൻ പേഴ്സണലായിട്ട് കുന്നംകുളം മാപ്പൊന്നും എടുത്ത് കാണിക്കുന്നത് അതല്ല, ഇല്ല ബ്രിട്ടാസ്. കാരണം ഞാൻ പറയുന്നു, മാപ്പ് ചോദിക്കേണ്ട ഒരു ആവശ്യം വരുന്നത് ഞാൻ ഖേദമുണ്ട്. കാരണം ഇത്രയും ആളുകൾ എന്നിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കാത്തതാണെന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തു. ഒന്ന്, ഒരു ഖേദമെന്നുള്ള ഒരു മിതപരമായിട്ടുള്ള ഒരു റിഗ്രറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു കുറ്റബോധത്തിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ട് താങ്കളെ പോലെ ഇരുത്തം വന്ന ഒരു പട്ടാളക്കാരന് എനിക്ക് തെറ്റുപറ്റി മാപ്പ് ചോദിക്കുന്നു എന്ന് പറയാനെന്ന മടി അവിടെ എന്തെങ്കിലും വലിച്ചു മുറുകലുണ്ടോ? ഞാൻ ചോദിക്കട്ടെ. ഇല്ല, മാപ്പ് ഞാൻ ചോദിക്കാം. ഓക്കെ, ആ മാപ്പ് ചോദിക്കണമെങ്കിൽ എന്റെ വായിൽ നിന്ന് ആ കുട്ടിയുടെ പേരവിടെ അന്നത്തെ ദിവസം ഒരു സെക്കൻഡ്, നമ്മളിപ്പോ ഇത് ഒരു പക്ഷെ താങ്കൾക്കെതിരെ ഒരു കേസോ അല്ലെങ്കിൽ പിന്നെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ വിചാരണയോ നടക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ ജനകീയ കോടതിയിൽ നടക്കുന്ന സംസാരവും ഡിബേറ്റും മാത്രമാണ്. അവിടെ താങ്കൾക്ക് നിന്ന് പിഴയ്ക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പറയാം, ഞാൻ ആ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറയാം. പക്ഷെ അതൊക്കെ വിട്, അതൊക്കെ ഇത്രയും പബ്ലിക്കിന്റെ റിയാക്ഷൻ എല്ലാം കണ്ട സമയത്ത് ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത്, എൻ്റെ വായിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഐ റിഗ്രറ്റ് പറയാം. ബിക്കോസ് ജനങ്ങളെ മാനിച്ചു എൻ്റെ വികാരത്തിന് ഞാൻ കൺട്രോൾ ചെയ്യും.
ഒരു കൈ ഇറക്കാം എന്നാ കാരണം വെച്ചാല് കലാകാരന് അപ്പുറത്ത് നിങ്ങളൊരു ചിട്ടയായ ഒരു പട്ടാളക്കാരനാണ്.